മൈ വെന്യൂ. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ജാംദാനി ആണ് കേട്ടോ. ജാംദാനി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എനിക്കൊക്കെ ഒരു ട്രെൻഡ് ഇതായിരുന്നു. ഇപ്പൊ കോട്ടൺ ജാംദാനിയിൽ ഇതുപോലെ ഒരു ബേൺഡ് ഓറഞ്ച് കളറിലേക്ക് ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ്, രണ്ട് സൈഡും ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ വൺ സൈഡ് ഇതുപോലെ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻവേർട്ടഡ് പ്ലീറ്റും നല്ല ഷേപ്പും ഇതുപോലെ ഈ ഒരു ഫാബ്രിക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജാംദാനിയുടെ ഈ വീവിങ് വരുന്നതും എല്ലാം കൂടി നമ്മൾ നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വൺ സൈഡ് പോക്കറ്റ് നല്ല എല്ലാത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടു സൈഡ്സ് ആണെങ്കിൽ കസ്റ്റമൈസേഷൻ ആണ്. ഇതിപ്പോ ഞാൻ ഒരു വൺ സൈഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജാംദാനിയുടെ വീവിങ് വന്നേക്കുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു 4 കളേഴ്സിൽ നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ നല്ലൊരു ഷേപ്പാണ് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ആ യോക്കിലേക്കൊക്കെ ഷേപ്പ് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ല 49 ലെങ്ത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ്. അപ്പൊ സ്ലിറ്റ് വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർ പറയുക. അപ്പം ഫസ്റ്റ് കളർ ഇതാണ്. ഇനിയിപ്പോ അടുത്തത് ഇവിടെ കിടക്കുന്നത് തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഈ ഒരു കളറിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബേജ് കളറല്ലേ, ബേജ് ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ് ഇടുന്നവർക്ക് ഇത് സൂപ്പർ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിനകത്തോട്ടുള്ള വീവിങ് വന്നേക്കുന്ന ഇതുപോലെ ഈ ഒരു മൾട്ടി കളർ കണ്ടോ. ഈ ഒരു ബർഗണ്ടി ടോണും പിങ്ക് ടോണിലേക്കാണ് ഇതിന്റെ ഈ ഒരു വീവിങ് വന്നേക്കുന്നത് കണ്ടോ. അത് ഈ ബ്ലാക്കിൽ വന്നേക്കുന്ന ചെറിയൊരു ഒരു സെറിയുടെ ഒരു ഗോൾഡൻ ലൈക്ക് വീവിങ് ആണ് വന്നേക്കുന്നത്. സെറിയുടെ കണ്ടോ ഈ ഡോട്ട്സ് വന്നേക്കുന്നത്. എല്ലാത്തിലും ഈ ഒരു നെക്ക് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലൈറ്റ് റാണി പിങ്ക്, അടിപൊളി ഷെയ്ഡാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന്റെ മാത്രം ഈ ഒരു ഡിസൈനിൽ ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്തേക്കുന്നതിന്റെ മോട്ടീഫും ഇതും ഒരേപോലത്തെ ആണ്. അപ്പോൾ മറ്റേത് രണ്ടും ആ ഒരു ഡോട്ട്സ് വരുന്ന ഡിസൈൻ ആണ്. അപ്പം ഇതേപോലെ നെക്കെല്ലാം ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് ഇപ്പൊ വരുന്നതിന്റെ 2 ഷെയ്ഡ്സ് ആണ്. ഈ ഒരു സൗത്ത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ജാംദാനിയുടെ ഈ ഒരു പ്രിന്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. ഇപ്പൊ ജാംദാനിയാണ് ട്രെൻഡ്. അപ്പൊ ഇതുപോലെ അടിപൊളി. ഞാൻ പറയാം എല്ലാവർക്കും ഷേപ്പിൽ വേറെ ചെയ്യണം എന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു പാറ്റേൺ. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ ലൂസ് ഫിറ്റ് ഇട്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ലൂസ് ഫിറ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയായിരിക്കും. ഇത് ടൈറ്റ് ആയിട്ട് ഷേപ്പിൽ കിടക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ലുക്ക് അടിപൊളിയാണ്. ഈ ഒരു എല്ലാ കളേഴ്സിന്റെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നെക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ഇതുപോലെ നെക്ക് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ എല്ലാവർക്കും പോക്കറ്റ് കമ്പൽസറി ആണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കും വൺ സൈഡ് പോക്കറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു പോക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൺ സൈഡിലോട്ട് ആ ഷേപ്പിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് വൺ സൈഡ് പോക്കറ്റ് വെച്ച് നമുക്ക് ഓണത്തിന് ഇനിയിപ്പോൾ ഒത്തിരി ഹെവി വേണ്ടെന്നുള്ളവർക്കൊക്കെ അതായത് ആ ഒരു ടൈമിൽ സിമ്പിൾ ആയിട്ടൊന്ന് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു നെക്കാണ് ഇതിനും കൊടുത്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മൾട്ടി കളർ ഡോട്ട്സ് ആണ് ആ വീവിങ് വരുന്നത്. വീവിങ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല. ഇത് ഓരോന്നും ആ ഒരു വീവിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല വൺ സൈഡ് പോക്കറ്റ്. ഇപ്പൊ എല്ലാവർക്കും ആവശ്യം പോക്കറ്റ് ആണ്. നമ്മുടെ കസ്റ്റമൈസേഷനിലെല്ലാം മെയിൻലി ഇപ്പോൾ കൂടുതലും പോക്കറ്റ് ആണ് ചെയ്യുന്നത്. കാരണം എല്ലാം കംഫർട്ടബിൾ ആണ്, നമുക്കൊരു യൂസ് ആണത്. അപ്പൊ വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ലെങ്ത്തും ഒരു ഫ്രോക്ക് പോലെ. പിന്നെ നമുക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഞാനിതിന് ഒരു യോക്ക് വരേക്കും ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ ആകുമ്പോൾ ഒത്തിരി ലൈനിങ് വരുമ്പോൾ ഹെവി ആയിപ്പോവും. അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിൽ വേണമെങ്കിൽ കുറച്ച് യോക്ക് വരേക്കും ഇത്തിരി ലൈനിങ് കൊടുക്കാം. കാരണം ഇച്ചിരി ഈ ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇച്ചിരി ട്രാൻസ്പെറന്റ് ആയിട്ട്, ഒത്തിരി അല്ല എന്നാലും ട്രാൻസ്പെറന്റ് ലുക്ക് വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനിങ് കൊടുക്കാം. അപ്പം ഇതിന്റെ ഒരു ലുക്ക് ഇതേപോലെ ആയിരിക്കും. നല്ല വൺ സൈഡ് പോക്കറ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇത് ഈ ഒരു പാറ്റേൺ ആണ്. ഓക്കെ. അപ്പം ഞാൻ പറയാം ഓണത്തിന് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ അടിപൊളി സിമ്പിൾ ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു കുർത്തി വിത്ത് ഈ ഒരു ഇതിന്റെ കളർ ഏതെങ്കിലും വരുന്ന ഒരു ബോട്ടം കൂടെ പെയർ ചെയ്താൽ നല്ല സൂപ്പറാണ്. അപ്പൊ ഈ ഒരു കളർ ഇതേപോലെ ആയിരിക്കും. നെക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് എന്റെ നെക്ക് വരുന്നത്. ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് വെച്ചിട്ട് 2 സൈഡും ഇതേപോലെ വിത്ത് പോക്കറ്റ്. ഓക്കെ. അപ്പൊ ബ്ലാക്ക് പാറ്റേൺ ഇതേപോലെയാണ് കേട്ടോ. ബ്ലാക്ക് നല്ല സൂപ്പർ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കിന്റെ ഈ നെക്കൊക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഇപ്പോഴാണ് ആ നെക്കിന്റെ വർക്ക് നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഈ ബ്ലാക്കിലോട്ടാണ്. ഇതുപോലെ ഇത് കുറച്ചും കൂടെ ലോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഇത് വൺ സൈഡ് പോക്കറ്റ് ആണ്. ബ്ലാക്കിലോട്ട് ഈ ഒരു ഗോൾഡൻ സെറിയുടെ ആ ഒരു വീവിങ് വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ്. ശരിക്കും നല്ല ഭംഗിയാണ് അത്. ആ ഒരു വീവിങ് എന്തോ നല്ലൊരു ഷൈനിങ് ഒക്കെ തോന്നുന്നുണ്ട് അതേപോലെ. അപ്പം ഇതാണ് 2 സൈഡും ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് അങ്ങനെ നമ്മൾ 4 കളേഴ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ബേൺഡ് ഓറഞ്ച് കളറാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതേപോലെ നല്ലൊരു റാണി പിങ്ക് കളറിലേക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. റാണി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ എല്ലാവർക്കും പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്
ബേജ് ആണ് കൊടുത്തേക്കുന്നത്, നല്ല സൂപ്പർ. അതിനകത്ത് ഒരു മൾട്ടി കളർ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കുർത്തി അപ്പൊ എല്ലാവരും എൻക്വയറി ചെയ്തായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഒരു ഗ്രീനും ഒരു ബ്ലൂടെ ജാംദാനിയുടെ. അപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ഇത് അപ്പൊ നമുക്ക് വേണമെന്നുള്ളൊരു ബുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ 25 വർക്കിംഗ് ഡേയ്സ്, 20 to 25 ആണ്. മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കാം, അത്ര ഡിലേ വരാതെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.